നമുക്കിന്ന് ഒരു മുട്ടയും ഉരുളക്കിഴങ്ങും കൂടെ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എഗ്ഗ് റോസ്റ്റ് എന്ന് വേണേൽ ഇതിനെ പറയാം, എഗ്ഗ് ആൻഡ് പൊട്ടറ്റോ റോസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം കടുകിട്ട് കൊടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും കൂടെ വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കുക. സബോള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായി അതിലൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് സബോള ഒരുവിധം വഴണ്ട് വരുമ്പോഴത്തേനും ഞാൻ പിന്നീട് ചേർത്തേക്കുന്നത് ഞാൻ ഓൾറെഡി വഴറ്റി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അത് നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, അത് അങ്ങനെ ഉപയോഗിച്ചാൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ മസാല പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇതിൻ്റെ മസാലക്കൂട്ടാണ്. മസാലക്കൂട്ടിൽ ഞാൻ ചേർത്തേക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അല്പം കുരുമുളക് പൊടി. ഇത് നല്ലതുപോലെ പച്ച ചുവ മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അരപ്പിൻ്റെ പച്ച ചുവ മാറിയതിന് ശേഷം മാത്രം അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളവും അരപ്പും സബോളയുമായിട്ട് നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടി സിമ്മിലിട്ട് മൂടി വെച്ച് വേവിക്കുക. കുറച്ച് സമയം ആയി കഴിയുമ്പോഴേക്കും അത് നല്ലതുപോലെ എല്ലാം കൂടെ നല്ലപോലെ സെറ്റായിരിക്കും. അതിനുശേഷം മുട്ടയും ഉരുളക്കിഴങ്ങും പുഴുങ്ങാനായിട്ടൊരു കുക്കറിലിട്ടിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ടയും ഉരുളക്കിഴങ്ങും തണുത്ത് കഴിഞ്ഞതിന് ശേഷം പൊളിച്ചെടുക്കുക. പൊളിച്ചെടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് പാകത്തിനുള്ള അളവിൽ മുറിച്ചെടുക്കുക. മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നേരെ കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ മുഴുവനായിട്ടിടാം. ഞാനിവിടെ മുഴുവനായിട്ടുള്ള മുട്ടയാണ്. മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ നേരെ മുഴുവൻ മുട്ടയായിട്ട് തന്നെ ഇടാവുന്നതാണ്. ഞാനിവിടെ മുഴുവനായിട്ടാണ് ഇട്ടേക്കുന്നത്, മുട്ട മുറിച്ചിട്ടില്ല. ഉരുളക്കിഴങ്ങ് എൻ്റെ പാകത്തിന് ഞാൻ മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്രേവിയിലേക്ക് ഈ മുട്ടയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. മുട്ടയും ഉരുളക്കിഴങ്ങും നല്ലതുപോലെ വെന്തിട്ടുള്ളതിനാൽ ഓൾറെഡി നമുക്ക് ഒന്നിച്ച് തന്നെ ഇതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം സിമ്മിലിട്ട് മൂടി വയ്ക്കാവുന്നതാണ്. അപ്പോഴേക്കും ഈ അരപ്പും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നല്ലപോലെ മിക്സായി നല്ല കറി കിട്ടും. ഇതിൽ അല്പം ഇത് പറ്റിക്കഴിയുമ്പോൾ, കുറച്ച് വെള്ളം പറ്റിക്കഴിയുമ്പോൾ അതിൽ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റിലുള്ള മുട്ടക്കറി നമുക്ക് കിട്ടും. ഈ മുട്ടക്കറി നമുക്ക് പൊറോട്ട, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എന്നിവയുടെ കൂടെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. മുട്ടക്കറി ഇങ്ങനെ ഉണ്ടാക്കിയാൽ വളരെ നല്ല ഇതിൽ അല്പം മല്ലിയില ഇടുകയോ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താലും വളരെ നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന്